So അടുത്തതായിട്ട് how to draw the shear force and bending moment diagram of a simply supported beam. So previous classes cantilever beamന്റെ shear force bending moment diagram ആണ് വരച്ചത്. So in cantilever beamൽ all the loads were showing the vertical reaction അല്ലേ, എല്ലാ ലോഡുകളും vertical reaction ആയിരുന്നു. പക്ഷെ in case of simply supported beam നമുക്ക് സപ്പോർട്ട്, അതായത് ഈ കാണുന്ന രണ്ട് സപ്പോർട്ട് എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് എൻഡിലാണ് സപ്പോർട്ട് വരുന്നത്. അതിൻ്റെ റിയാക്ഷൻസ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. So these 4 kilonewton, 10 kilonewton, 8 kilonewton are the loads or the vertical loads acting on the beam. So first step is to find the reaction at the support A and B. So ചില സമയത്ത് A and B എന്നുള്ള സപ്പോർട്ട് റോളറോ ഹിഞ്ചോ ആയിരിക്കും. And we know that the summation of moments at roll supports or hinged supports are 0. ടോട്ടൽ മൊമെന്റിന്റെ സമ്മിന്റെ വാല്യൂ ഈ രണ്ട് പോയിന്റിലും 0 ആയിരിക്കും. ബിക്കോസ് ബോത്ത് റോളും ഹിഞ്ചും സപ്പോർട്ടും ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്തുണ്ടാവത്തില്ല, മൊമെന്റിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവത്തില്ല. സോ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, റോളർ സപ്പോർട്ടിലും ഹിഞ്ച് സപ്പോർട്ടിലും ടോട്ടൽ മൊമെന്റിന്റെ സമ്മ് 0 ആയിരിക്കും. So based on that equation we can find. Now the first equation is the equilibrium concept വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ റിയാക്ഷൻസ് കണ്ടുപിടിക്കാനുള്ള. സോ ദ റിയാക്ഷൻസിന് നമുക്ക് ആർ എ ആൻഡ് ആർ ബി എന്ന് മെൻഷൻ ചെയ്യാം. സോ റിയാക്ഷൻസിൻ്റെ ഡയറക്ഷൻ എപ്പോഴും അപ്ലൈ ചെയ്ത ലോഡിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അപ്ലൈ ചെയ്ത ലോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രാവിറ്റേഷൻ്റെ ഡയറക്ഷനായ ഡൗൺവേർഡ്സ് ആയിരിക്കും. സോ ദ റിയാക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ വി അസ്യൂം ദ ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ, ദാറ്റ് ഈസ് ദി സിഗ്മ മീൻ സമ്മേഷൻ ഓഫ് ഫോഴ്സസ് എലോങ് y direction is equal to 0. So y direction forces here, upward force is considered as positive. So the summation RA plus RB, so RA RB മേലോട്ട് ആയതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് അസ്യൂം ചെയ്യും. സോ റിമൈനിങ് ആയിട്ടുള്ള ലോഡുകൾ, ഇതെല്ലാം പോയിന്റ് ലോഡുകളാണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോഡുകളാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം എന്തായിരിക്കും, it will be 0. That is summation of forces along y direction is equal. So what is the value of RA plus RB? ഇതെല്ലാം നെഗറ്റീവും നമ്മുടെ ഈ ഈക്വൽ സൈനിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ ഇതെല്ലാം പോസിറ്റീവായിട്ട് മാറും. സോ 4 + 10 + 8 which is 22 kilonewton. This is the first equation. സോ രണ്ട് അൺനോൺ ആർ എ ആർ ബി ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻ വേണം. ആൻഡ് സെക്കൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഈസ് ദാറ്റ് ദ സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ എയും ബിയും എടുക്കാം, രണ്ടും സെയിം ആണ്. സോ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഈ 4ഉം 10ഉം 8ഉം ആർ ബിയും കോസ് ചെയ്യുന്ന, അതായത് ആർ എ ആർ ബിയും കോസ് ചെയ്യുന്ന മൊമെന്റ്സിന്റെ സമ്മ് 0 ആയിരിക്കും. സോ ഫസ്റ്റ് എയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് വെച്ചാൽ ആർ എ ആയിരിക്കും, പക്ഷേ അതിന്റെ ഡിസ്റ്റൻസ് എയിലായതുകൊണ്ട് 0 ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 0. നൗ ഹിയർ for this the clockwise moment is assumed as positive. Clockwise means towards the right, clock in the direction positive ആണ്. So plus 4 and the distance between the load acting at the point. So ഇത് A and B ആണ്, ഇതിനെ C D E എന്ന് മാർക്ക് ചെയ്യാം. സോ ഈ C to A വരെ ഡിസ്റ്റൻസ് 1 മീറ്റർ ആയിരിക്കും. പ്ലസ് നെക്സ്റ്റ് ഫോഴ്സ് ഈസ് 10 kilonewton and its distance from D. ഡിയിലാണ് 10 ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡി ടു എ വരെ ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. പ്ലസ് നെക്സ്റ്റ് ഫോഴ്സ് ഈസ് 8 kilonewton ആൻഡ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഈസ് 2 + 1 3 + 1 4 ആണ്. നൗ അറ്റ് ദ പോയിന്റ് ബി ദർ ഈസ് എൻ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലേ, ആർ ബി കാരണം ഈ ഡയറക്ഷനിലായിരിക്കും മൊമെന്റ് ഉണ്ടാകുന്നത്. സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ് മൾട്ടിപ്ലൈ ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ആയ 6. ഇതിന് ടോട്ടൽ സം എന്തായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഹാവ് ടു സോൾവ് ദിസ്. സോ 4 + 30 + 32 minus 6 RB is equal to 0, which implies 6 RB is equal to the total sum 30 + 32 + 4, which is 66 kilonewton, which implies the value of RB as 66/6, which is 11 kilonewton. അപ്പോൾ നമുക്ക് ആർ ബിയുടെ വാല്യൂ കിട്ടിയാൽ ആർ എ പ്ലസ് ആർ ബി എന്താണ്, ഇറ്റ് ഈസ് 22 kilonewton. സോ നമുക്ക് ആർ ബിക്ക് പകരം 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get the value of RA reaction, which is also 11 kilonewton.
സോ നമുക്ക് രണ്ട് വാല്യൂസും കിട്ടി. ഇവിടെ ആർയുടെ വാല്യൂ ആയിട്ട് 11 കിലോ ന്യൂട്ടൺ കിട്ടി, ആർ ബിയുടെ വാല്യൂ ആയിട്ടുള്ള 11 കിലോ ന്യൂട്ടൺ കിട്ടി. സോ ദിസ് സ്റ്റെപ്പ് ഫൈൻഡിങ് ദ റിയാക്ഷൻ ഓഫ് ദ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നേരത്തെ നമ്മൾ കാൻലിവർ ചെയ്ത പോലെയുള്ള ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസും വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. So after finding the reaction, we can draw the shear force and bending moment diagram. So what is shear force? It is a algebraic sum of the vertical forces either to the left or right of a section ആണ്. സോ നമുക്ക് സെക്ഷൻ്റെ ഈ കാണുന്നതിൻ്റെ ഒരു സെക്ഷൻ വരച്ചിട്ട് റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ അസ്യൂം ചെയ്യാം. സോ വി ഫസ്റ്റ് അസ്യൂം എ സെക്ഷൻ ബിക്കോസ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ ഇതൊരു സെക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡായ RHS ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. LHS വഴിയും ചെയ്യാൻ പറ്റും. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പോയിന്റിലെയും ഷിയർ ഫോഴ്സിന്റെ സം വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? A, B, C, D and E. സോ പ്രീവിയസ്ലി എങ്ങനെയാണ് നമ്മൾ പോയിന്റ് ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യണം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് B? ആൻഡ് ആൾസോ ഷിയർ ഫോഴ്സിന്റെ കൺവെൻഷൻ മാർക്ക് ചെയ്യണം. ഇറ്റ് ഈസ് റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആണെങ്കിൽ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സോ ഹിയർ ദ റൈറ്റ് സൈഡ് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ അറ്റ് B ഈസ് 11 കിലോ ന്യൂട്ടൺ ബട്ട് ഇറ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ്. അപ്പോൾ അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആയാലാണ് പോസിറ്റീവ്. സോ അപ്വേർഡ്സ് ആയതുകൊണ്ട് -11 കിലോ ന്യൂട്ടൺ ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് E before the load, that is right hand side RHS? So the value will be equal to -11 plus. Now what is the value before this? Any E to B എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? There will be no point load ആയതുകൊണ്ട് ഇടയ്ക്ക് വേറെ ലോഡ് ഇല്ലാത്തതുകൊണ്ട് -11 തന്നെയായിരിക്കും. Now what is the value of shear force at E? At E എന്ന് പറഞ്ഞാൽ കാരണം exactly the point E there is a point load. So it will be -11 plus 8 which will be -3 kilonewton. Next we have to find the shear force at D. ഇതെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. സോ ഡിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് വരെയുള്ള പോയിന്റ്, അതായത് എക്സാക്ട്ലി അറ്റ് പോയിന്റ് ഡിയിൽ തൊട്ട് മുമ്പ് വരെ ഇറ്റ് വിൽ ബി ഹൗ മച്ച്? -3 കിലോ ന്യൂട്ടൺ. വൈ? ബിക്കോസ് ഡിക്കും ഇക്കും ഇടയ്ക്ക് എന്തില്ല, വേറെ ഒരു ലോഡും ഇല്ല. സോ പോയിന്റ് ലോഡ്സിന്റെ പ്രത്യേകത ഞാൻ ആൾറെഡി പറഞ്ഞു, ജസ്റ്റ് നമുക്ക് സമ്മേഷൻ ചെയ്ത് പോയാൽ മതിയാകും. Now what is the value of shear force at D? At D will be -3 plus what is the value of point load at D? 10. So 10 right of section downwards is positive, so it will be 7 kilonewton. So what is the value of shear force at C? RHS same 7 kilonewton will be there. So otherwise നമുക്ക് സിയിലെ റൈറ്റ് സൈഡിൽ വരെയുള്ള എല്ലാ ഫോഴ്സും ആഡ് ചെയ്താലും മതി, which is -11 plus 8 plus 10 which is 7 kilonewton only. Now what is the value of shear force at C? At C it will be this 7 plus 4 which is 11 kilonewton. Same shear force at A will be how much? It will be 11 kilonewton. So ഇങ്ങനെയാണ് നമ്മൾ ഓരോ പോയിന്റിലെയും വെർട്ടിക്കൽ ഫോഴ്സിന്റെ സം നമ്മൾ കണ്ടുപിടിക്കുന്നത്. Now what we have to do that we have to plot the shear force diagram. So we have to plot the shear force diagram. So shear force diagram-ത്തിൽ നമ്മൾ പറഞ്ഞു ഈ കാണുന്ന ലൈനിന് മുകളിലുള്ള എല്ലാം പോസിറ്റീവ് വാല്യൂസും ബിലോ ഇറ്റ് വിൽ ബി നെഗറ്റീവ് വാല്യൂസ്. So at B, so this is the point B. So ഞാൻ ഡോട്ടഡ് ലൈൻ വരച്ചുകൊണ്ട് ഇവിടെ ഓരോന്നും വീണ്ടും A, B, C, D എന്ന് എഴുതുന്നില്ല. At B what is the value? 11. So 11 means it is negative. So it is 11. So -11 എന്ന് വീണ്ടും എഴുതേണ്ട കാര്യമില്ല because it is at E RHS which is also -11. What about at E? It will be -3. So this value will be 3. Just a straight line join ചെയ്യാം. What about at D RHS? Same -3 തന്നെയാണ്. What about exactly point D? It will be 7. So ഈ കാണുന്ന പോയിന്റും -3 ആണ്. So 7 എന്ന് പറയുമ്പം we have to consider from this point ആണ്. ഇവിടെ നിന്നാണ് 7. So ഈ കാണുന്ന ഈ വാല്യൂ ആയിരിക്കും 7 kilonewton എന്ന് പറയുന്നത്. At C RHS will be also 7. What about at C? It will be 11. ഈ കാണുന്ന പോയിന്റ് 11 and this also is 11. So ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. So this is the shear force diagram. എല്ലാ ലൈൻസും സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുക. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് ഷിയർ ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നു. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ വാല്യൂ ആണ് 7. ഈ 11 എന്ന് പറയുമ്പോൾ ഫ്രം ദിസ് ആക്സിസ്, ദിസ് ഈസ് എ സീറോ ആക്സിസ് ആണ്. ഇവിടെ നിന്നായിരിക്കും വാല്യൂസ് എയ്തർ ടുവേർഡ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് പോകുന്നത്. So this is how we draw the shear force diagram. To draw the bending moment diagram, so next we will draw the bending moment diagram. Bending moment diagram in the short form BMD.
So we have to write the sign convention. This is sagging positive and this is hogging which is negative. Now we will again draw the dotted line downwards. സോ ഇതെല്ലാം പോയിന്റ് ലോഡ്സ് ആണ്. അപ്പോൾ പോയിന്റ് ലോഡ്സിന്റെ കേസ് സ്റ്റഡി ചെയ്താൽ അതേപോലെ തന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള എല്ലാ പോയിന്റ് ലോഡ്സിനും സിമിലർ കേസ് ആയിരിക്കും. എക്സാമിനേഷൻ ഇതിന്റെ വാല്യൂസ് ആയിരിക്കും വ്യത്യാസം. സോ വാട്ട് ഈസ് എ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി? സോ ഇവിടെ എല്ലാം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി 11 into 0 which is basically 0 kilonewton meter ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് എക്സാക്ട്ലി at the point 11 is also 0. Also this is a simply supported beams. So simply supported beams in the രണ്ട് എൻഡിലും supports either will be hinged or cantilever. So the value of the total moments will be 0. So what is the value of bending moment at E right hand side? So ഈയുടെ പോയിന്റിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോൾ there is a vertical force 11 and distance 2 meter. So it is acting which direction? So this is creating an upward direction. So this is sagging. So this value will be positive. Positive ആയതുകൊണ്ട് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. So what is the value of bending moment at D? സോ ഡിയുടെ പോയിന്റിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഡിയിലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന രണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് 11ഉം ഒന്ന് 8ഉം. 11 is acting upwards. So this distance 11 multiplied by total distance 3 from ഏത് B to D. So this will ആക്ടിങ് സാഗിങ് ആണ് അല്ലേ. ബി എന്ന് പറഞ്ഞ പോർഷനിൽ ആർ ബി കാരണം മേളോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഹിയർ 8 is pulling down. So it is a hogging. So it will be negative. So it will be minus 8 into 1. So 33 minus 8 ആയിരിക്കും which value will be equal to 22 kilonewton meter. So this is positive only because 33 positive ആയതുകൊണ്ടാണ് higher sum. Next is value of bending moment at C. അല്ലേ. സോ ഓരോ പോയിന്റ്സിലെ വാല്യൂസ് കണ്ടുപിടിച്ച് വേണം അറ്റ് സി ഇല്ല റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ വിൽ ബി 11. നൗ 11 ലോഡ് ആർ ബി ആണ്. നൗ ദ ഡിസ്റ്റൻസ് ഹാസ് ചേഞ്ച്ഡ് അല്ലേ. ബി ടു സി ഒരു ഡിസ്റ്റൻസ് എന്തായി മാറി? 5 മീറ്റർ ആയിട്ട് മാറി. മൈനസ് ദർ ഇസ് 8. നൗ ഡിസ്റ്റൻസ് ഹാസ് ചേഞ്ച് 3 മീറ്റർ. നൗ അറ്റ് ദ പോയിന്റ് ഡി ദർ ഇസ് 10 kilonewton ആൻഡ് ദിസ് വാല്യൂ വിൽ ബി ഡിസ്റ്റൻസ് വിൽ ബി 2 മീറ്റർ. സോ 8ഉം 10ഉം എന്താണ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് അത് hogging ആയതുകൊണ്ടാണ് നെഗറ്റീവ് ആയത്. സോ ഇറ്റ് വിൽ ബി 55 മൈനസ് 24 മൈനസ് 20 and the value will be equal to 55 minus 44. It will be 11 kilonewton meter and its value will be positive. Now what about the value of bending moment at A? So bending moment can be calculated or we can directly write it as 0. So calculate ചെയ്താലും നമുക്ക് 0 തന്നെ കിട്ടും because at A it will be having either a roller or hinge support. അവിടെ ടോട്ടൽ മൊമെന്റ് വാല്യൂ 0 ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് 11 into distance 6 meter minus 8 into now the distance has changed to 4 meter minus 10 into 3 meter minus 4 into 1 meter. So 66 minus 32 minus 30 minus 4. So 32, 30 and 4 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 66 എന്ന് കിട്ടും. So 66 minus 66 which will be equal to 0. So this is how we find the അപ്പം ഓരോ പോയിന്റിലെയും എവിടെയൊക്കെ ലോഡ് ആക്ട് ചെയ്തു എവിടെയൊക്കെ സപ്പോർട്ട് റിയാക്ഷൻ ഉള്ള എല്ലാ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഫിഗറേറ്റീവ്ലി നമുക്ക് അതിനെ വരച്ചാൽ മതിയാകും. സംടൈംസ് ദർ വിൽ ബി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ദർ ഇസ് നോ റോങ് ഇൻ ദാറ്റ്. ഓക്കെ, ഹിയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ എത്രയാണ്? 11 ആണ്. And 11 is acting at a distance of 1 meter. It is pulling up, so it is 11 positive ആണ്. Again at the point D, if you take the left hand side, value will be 11 into 2 minus 4 into 2. Okay, 11 is 22 and minus 4 we will get the value. So ഇങ്ങനെ നമുക്ക് ചെയ്യാം. 11 into 3 ആണ്, sorry, 33 minus 8 ആയിരിക്കും which is 22 only. സെയിം വാല്യൂ തന്നെ കിട്ടും. Now from these values we have to plot. അപ്പോൾ ജസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിനെ പ്രോപ്പർ ഡയഗ്രാമാറ്റിക് ആയിട്ട് വരയ്ക്കണം. As we can see, all the values are 0 or positive. So the bending moment of a simply supported beam will be always positive. നേരത്തെ പറഞ്ഞു കാന്റിലിവർ ബീമിന്റെ കേസിൽ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ വരും എന്നുള്ളത്. സോ ഇൻ കേസ് ഓഫ് സിംപ്ലി സപ്പോർട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. സോ ബിയിൽ 0. വാട്ട് അബൌട്ട് ദ വാല്യൂ അറ്റ് ഇ? ഇറ്റ് വിൽ ബി 22 and at the point C it is 11. Point A it is 0 and at the point D it is 33 minus 8. Just a minute. So its value is not 22, it is 25 ആണ്. 25 ആണ്, sorry.
33 minus 8 25 ആണ്. So its value here it is 25. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? Since it is a point load, lines എല്ലാം straight ആയിരിക്കും. Similar to the cantilever beam. UDL ആകുമ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ആകുമ്പോഴാണ് പരബോളിക് ആണ്. ഇതെല്ലാം ഓരോരോ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. So all of these are straight line. Positive mark here BMD. So this is how we draw the bending moment diagram of a simple support beam subjected to point loads. So next question is from the question bank, and this is also a previously asked question. Here we can see that this is a simply support beam. How to identify simply support beams? Supports, we just look at the supports. There will be reactions present. Sometimes instead of this they will give, sometimes instead of this reaction they will give a roller support like this or hinge support like this. So we have to consider the, anyways അങ്ങനെ ആയാലും നമ്മൾ reactions തന്നെ വരയ്ക്കണം. And next here it is a point load. ഇപ്പോൾ point load problem already നമ്മൾ discuss ചെയ്തു. Now here the problem is that from D to D there is UDL, uniformly distributed load. So there will be a variation in shear force, and also there will be a variation in parabolic variation in bending moment. So first step is always to find reactions at A and B. So reactions name will be RA, reaction B will be RB. So for this first equation, equilibrium equation, sigma Fy is equal to 0. So here we will consider upward direction forces as positive. So RA is positive plus RB is also positive. Now remaining forces will be the load acting, which will be negative because it is acting downwards. So it should be 4 plus next point load is 8 plus next it is a UDL, and the value of UDL given it is 2 kilonewton per meter. So in 1 meter 2 kilonewton is acting. So how many distance this UDL is acting? 4. So total load due to UDL will be 2 into 4, which will be equal to 0. So RA plus RB will be equal to minus, we'll take the sum, 4 plus 8 12, and 12 plus 8 will be 20 is equal to 0. So എല്ലാ യൂണിറ്റും കിലോമീറ്റർ ആയിട്ടാണ് നമ്മൾ കിലോമീറ്റർ എഴുതാത്തത്. So RA plus RB will be equal to 20. This will be the first equation. Now second equation is sigma moment about A or B is equal to 0. Okay, previously നമ്മൾ A ആണ് എടുത്തെങ്കിൽ ഇപ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് B എടുക്കാം. Sigma about B, both are same, രണ്ടിലും same answer തന്നെയായിരിക്കും കിട്ടുന്നത്. So about the point B we have to consider. Now if we consider about the point B, RA will be causing a clockwise rotation. So sign convention will be clockwise rotation is positive. So RA clockwise and RA into total distance will be 10 meter. That will be positive. Minus, what about 4? The 4 is acting at a distance of C to B എന്ന് പറയുന്നത് 5 8. It will be 8 meter. So distance 8 ആയിരിക്കും. Minus next point load is 8 and its distance from C, D, E, F. Okay. F to B will be 1. So multiplied by 1. Minus, why minus? Because now how to find the moment due to UDL. So this is a UDL. Basically UDL will also create a net downward direction force only. So this also will create a anti-clockwise rotation. It will be negative. Now what is the total value of force due to 2 kilonewton act form? It will be 2 into 4, it will be 8, and this will be acting at the center. Cantilever discuss ചെയ്തപോലെ UDL total effect will be acting at the center. So അതിനെ നമ്മൾ symbolic ആയിട്ട് എന്ത് എഴുതും? This value will be 2 into 4 and it is acting at the center, which is at the distance of 2 meter from E. So 4 ന്റെ center എന്ന് പറയുമ്പോൾ 2 meter ആയിരിക്കും. Now what is the distance from this center towards B? കാരണം about B യിലാണ് നമ്മൾ net moment 0 എടുക്കുന്നത്. So it will be 2 plus 2, 4 plus 1, it will be 5, and it is equal to 0. So 10 RA minus 32 minus 8 minus 40 is equal to 0. 10 RA is equal to, now 32 plus 8, 40 plus 40 will be 80. 80 അപ്പുറത്തോട്ട് 80 എന്നിട്ട്, which implies RA will be equal to 8 kilonewton. So we will get the value of reaction. It is upwards. Now what is RA plus RB? 20. So RA plus RB is 20. Then 8 plus RB is equal to 20, which implies
value of R will be equal to 20 minus 8, which will be 12 kilonewton. So ഇങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. So RA value 8 kilonewton and RB is equal to 12 kilonewton. Now we calculate all the vertical reactions. Now we can draw the shear force diagram and the bending moment diagram. So to draw the shear force and bending moment diagram, first നമ്മൾ ഇതുപോലെ dotted lines വരയ്ക്കണം. At the point D, at the point E, F and B. Shear force diagram. Sign convention, if it is right hand side downwards, this is positive. Left hand side upwards is positive. So what is the value of shear force at B? So at B there is a point load. So we know that if it is a point load, the value will be the same load at the point R, which is 12. And its direction is upward, so it will be negative. So this value will be negative. Now what is the value of shear force at F right hand side? So as we can see, F ഉം B ൻ്റെ ഇടയ്ക്ക് വേറെ ലോഡൊന്നുമില്ല. എക്സാക്ട് പോയിന്റ് എഫിൽ പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ എഫിന് തൊട്ട് മുമ്പ് വരെയുള്ള ലോഡിൻ്റെ കണ്ടീഷൻസ് എന്തായിരിക്കും? സെയിം 12 kilonewton നെഗറ്റീവ് തന്നെയായിരിക്കും. എക്സാക്ട്ലി അറ്റ് ദ പോയിന്റ് എഫ് ഷിയർ ഫോഴ്സ് വാല്യൂ വിൽ ബി 12 and 8 is acting downwards, it is positive. Sorry, 8 at downwards ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. സോ minus 12 plus 8 and the value will be equal to minus 4 kilonewton. So it will be acting upwards. Next is what is the value of shear force at E RHS? Just before E, that is exactly the point E, UD will start ചെയ്യും. So just E യുടെ right hand side എന്തായിരിക്കും? സെയിം 4 kilonewton ലോഡ് വിൽ ബി ആക്ടിങ്. കാരണം വേറെ ലോഡൊന്നും ഇ ടു എഫിൽ ആക്ട് ചെയ്യുന്നില്ല. സോ ഇതുവരെ പോയിന്റ് ലോഡ്സ് ആയതുകൊണ്ട് ജസ്റ്റ് നമുക്ക് സിംപ്ലി വി ഹാവ് ആഡഡ് അല്ലേ 12 minus 8 again that is added. Now UDL. So what is the value of shear force at E? At E the UDL is starting അല്ലേ, ഇയിലാണ് UDL സ്റ്റാർട്ട് ചെയ്യുന്നത്. The value of UDL is 2 kilonewton per meter. So it will be minus 4 plus what is the value of UDL? 2 into distance will be 0. നമ്മുടെ എല്ലാം കൺസിഡർ ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോ റൈറ്റ് ഹാൻഡ് സൈഡിലെ UDL സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നൗ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് D? സോ D മീൻസ് അഗെയിൻ ദ ടോട്ടൽ വാല്യൂ ഓഫ് ഡിയിലെ റൈറ്റ് സൈഡിൽ നോക്കുക. സോ റൈറ്റ് സൈഡിൽ കാണുന്ന UDLന്റെ ടോട്ടൽ വാല്യൂ minus 12 plus 8 will be equal to minus 4 plus what is the value of the vertical forces from E to D? So what is the value of vertical forces from E to D? So E to D means the total vertical force in some component. What is the 2 is the UDL intensity. Now what is the distance? 4. Well, total distance will be 4. So what is the total load here? It is acting downwards. So right side downwards positive ആണ്. So minus 4 plus 8 will be 4 kilonewton meter. Sorry, 4 kilonewton. Here it is minus 4 kilonewton. സോ അഗെയിൻ ഒന്നുകൂടെ പറയാണ്, ഇവിടെ ഇ ടു ഡി വരെ UDL ആക്ട് ചെയ്യാണ്. സോ അറ്റ് ദ പോയിന്റ് ഇ ഡിസ്റ്റൻസ് ഈസ് 0. സോ അതിൻ്റെ വാല്യൂ വിൽ ബി 2 into 0. അറ്റ് ഡി ആകുമ്പം ദ ടോട്ടൽ ലോഡ് ഇൻറ്റൻസിറ്റി വിൽ ബി 2, വിച്ച് ഇസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് UDL പെർ മീറ്റർ ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് ആയ 4 മീറ്റർ ആണ്. ഇത് അതിൻ്റെ സെൻട്രൽ ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ട 4 മീറ്റർ ആണ്. സോ 2 into 4. സോ കാൻഡിലിവർ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. Now what is the value of shear force at C RHS? The same 4 kilonewton will be acting because ഡിക്കും സിക്കും ഇടയ്ക്ക് വേറെ ലോഡില്ല. ഷിയർ ഫോഴ്സ് അറ്റ് എക്സാക്ട്ലി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് 4 പ്ലസ് അഗെയിൻ 4 റൈറ്റ് ഹാൻഡ് സൈഡ് ഡൗൺവേർഡ്സ് പോസിറ്റീവ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 8 kilonewton. അഗെയിൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് എ RHS? ഇറ്റ് വിൽ ബി ഈക്വൽ ടു സെയിം 8 kilonewton ആയിരിക്കും. നൗ വി ചെക്ക് ദ RA വാല്യൂ വിൽ ബി 8, വിച്ച് ഇസ്, അപ്പം നമ്മുടെ ചെക്ക് കറക്റ്റ് ആയിട്ട് വന്നു. നൗ വി ഹാവ് ടു ഡ്രോ ദി ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ എല്ലാ പോയിന്റും കണ്ടുപിടിക്കണം. എല്ലാ പോയിന്റിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ കണ്ടുപിടിക്കണം. ബി, എഫ്, ഇ, ഡി, സി, എ. നൗ നമ്മൾ പറഞ്ഞു മേലോട്ടുള്ളതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കണം, താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കണം. ഫസ്റ്റ് ബിയിലെ വാല്യൂ ഇറ്റ് ഈസ് നെഗറ്റീവ് 12 ആണ്. സോ താഴെ 12 മാർക്ക് ചെയ്യണം. എഫിൻ്റെ RHS ഇസ് ആൾസോ നെഗറ്റീവ് 12 ആയിരിക്കും. നോ എക്സാക്ട്ലി അറ്റ് ദ പോയിന്റ് എഫ് ഇറ്റ് ഈസ് minus 4. സോ ഹിയർ ഇറ്റ് ഈസ് ഇവിടെ വന്നിട്ട് 12 വന്നിട്ട് നെക്സ്റ്റ് വി ഹാവ് ടു ഗോ ടുവേർഡ്സ് minus 4.
സോ ഇവിടെ നോക്കുമ്പോൾ രണ്ട് വാല്യൂസ് കാണും. -4 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 4 എന്ന് എഴുതിയാലും മതി. സോ സിൻസ് ദർ ഇസ് എ പോയിന്റ് ലോഡ് അറ്റ് എഫ്, ദർ ഈസ് 12 ആൻഡ് 4, അല്ലെ ജസ്റ്റ് ബിഫോർ എഫ് 12 ആയിരുന്നു വാല്യൂ. അപ്പം എക്സാക്ട്ലി പോയിന്റ് എഫിൽ 8 ആക്ട് ചെയ്യുമ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് 4 ആയിട്ട് മാറി. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലും സെയിം കൺസെപ്റ്റ് ആയിരുന്നു. നൗ അഗെയിൻ അറ്റ് ഇ ടു ദ ലെഫ്റ്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് 4 ഉള്ളി. സോ ഈ ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. സോ ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ്. Now what about E at the UDL? Same 4 only. Now what is the value of the force at D? At D it is +4 അല്ലേ? 4 കൊണ്ട് പ്ലസ് ആണ്. സോ അത് മേളത്തെ ലൈൻ എഴുതണം. Now we have to join these two lines. So ഞാൻ ജസ്റ്റ് വേറെ കളറിൽ മാർക്ക് ചെയ്യാം. Again here 12, 12 -12 -4 -4. Now what is the value? +4 and -4 ഉം ജോയിൻ ചെയ്യണം. അപ്പോൾ 0യിൽ കൂടെ പാസ് ചെയ്യും. ബിക്കോസ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട് മാറിയതാണ്. സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. ഇറ്റ് വിൽ ബി ഓൾ സ്ട്രൈറ്റ് ലൈൻ. സോ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. വരയ്ക്കുമ്പോൾ മിസ്റ്റേക്ക് ആണ്. സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. സോ ദിസ് ഓൾ ഏരിയ വിൽ ബി നെഗറ്റീവ്. സോ നെക്സ്റ്റ് it is, what's the value of shear force at C? RHS it is 4 only. What is the value of C at exactly the point C? It will be 8 and also 8, it will be 8. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം ലൈൻ വെച്ച് ജോയിൻ ചെയ്യണം, സ്ട്രൈറ്റ് ലൈൻസ് വെച്ച്. ബിക്കോസ് പോയിന്റ് ലോഡാണ് സി ടു ഡിയുടെ ഇടയ്ക്കും എല്ലാം ആക്ട് ചെയ്യുന്നത്. സോ വേർ ഇസ് UDL ആക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഒരു ലീനിയർ വേരിയേഷൻ ഉണ്ടാകും. സോ ദിസ് ഈസ് ഹൗ വി ഡ്രോ ദി ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നെക്സ്റ്റ് വി വിൽ ഡ്രോ ദി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചതിന് ശേഷം ബെൻഡിങ് മൊമെന്റ്. സോ ബെൻഡിങ് മൊമെന്റ് എന്ത് ചെയ്യണം? ഓരോ പോയിന്റിലെയും മൊമെന്റ്സിന്റെ വാല്യൂസ് വേണം കണ്ടുപിടിക്കാൻ. സോ UDL അല്ലാത്ത പോർഷനിലെല്ലാം ലീനിയർ സ്ലോപ്പ് ആയിരിക്കും, ബാക്കിയുള്ള പോർഷനിൽ പാരബോളിക് ആയിരിക്കും. സോ ഈ ലൈൻ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് ABCD എന്നുള്ളത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് B? ഫോർ എ സിംപ്ലി സപ്പോർട്ട് ബീം അറിയാം, ബിയുടെ വാല്യൂ വിൽ ബി 12 and distance will be 0 because നമ്മളെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സാഗിങ് വിൽ ബി പോസിറ്റീവ് ആൻഡ് if the beam is bending downwards, hogging, this will be negative ആയിരിക്കും സൈൻ കൺവെൻഷൻ ഓഫ് അത്. സോ ഇറ്റ് വിൽ ബി 0 kN/m. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് F? കാരണം B കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് F ആണ്. സോ അറ്റ് F നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന റെറ്റിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. അതിൻ്റെ ഡിസ്റ്റൻസ് 1 ആയിരിക്കും. ഇറ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ് ആണ്. സോ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. 12 kN/m ആയിരിക്കും. അടുത്തത് ബെൻഡിങ് മൊമെന്റ് അറ്റ് E കഴിഞ്ഞിട്ട് E ആണ് അല്ലെ? F കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പോയിന്റ് E ആണ്. സോ ഇയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന രണ്ട് വെർട്ടിക്കൽ ഫോഴ്സുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് 12 ആൻഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നൗ E to B വരെ ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. നൗ 8 എന്ന് പറയുന്നത് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് എ സാഗിങ്. സോ ഇറ്റ് വിൽ ബി -8 ഇൻറ്റു ഡിസ്റ്റൻസ് 2 മീറ്റർ ആയിരിക്കും. സോ 12 into 3 is 36 -8 into 2 will be 16. So its value will be equal to 20 kN/m. It is positive. Now what is the value of bending moment at D? Suppose EF G എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ അസ്യൂം ചെയ്യാം. So G will be center. So at center the point is G. So the point exactly at the point G, the shear force is 0. So എവിടെയാണോ shear force 0 അവിടെ ആയിരിക്കും സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. So bending moment at the center of the beam which is G. So first കാണുന്ന റിയാക്ഷൻ 12 ആണ് സപ്പോർട്ടുള്ള ആർബിലുള്ള, ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 12 and G will be equal to 5 -8 into distance is 2 plus 2, it will be equal to 4. Now minus കാരണം ഫോഴ്സ് ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. Now what is the value of the force due to UDL? It will be 2 acting at a distance of 2 meter, and where will it be acting? It will be acting at the center, that is 2 by 2. So 60 minus 32 minus 4. So the value will be equal to 60 minus 36. The value will be equal to 24 kN/m. Next is bending moment at D. So D യുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കാം അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. We are all assuming towards right hand side. So again we have to do the 12 into the total distance will be equal to 4 plus 2 plus 1, which is equal to 7, minus 8 into, now distance is equal to 4 plus 2, it will be equal to 6, minus, now what is the value of total UDL?
from E to D. കാരണം D എന്ന് പറഞ്ഞ പോർഷൻ ആകുമ്പോൾ UDL full complete ചെയ്തു. So it will be equal to 2 into 4. And where will it be acting? It will be acting at the center of the 4, which is 4 by 2. So it will be equal to 12 into 7, which is 84 minus 32 minus 16. So 32 minus 16 is, it is 48. So 84 minus 48 and its value will be equal to, sorry, 84 minus 32 minus 16 and its value will be 84 minus 48. So solve we will get the answer. So it will be 12 and distance is 4 into 6 plus 1 7. So it will be 84 and 8 is acting at a distance of 6 meter. Sorry, 8 into 6 is 48. What is the value of 48 minus 16? 48 minus 16 will be equal to 64. Okay, so answer will be equal to 20 kilonewton meter. What is the value of bending moment at C? So C യുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആയിരിക്കും, കാരണം നമ്മുടെ എല്ലാ ലോഡ്സും കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്. അതായത് സി എന്ന പോയിന്റ് ലെഫ്റ്റിലുള്ള ടോട്ടൽ മൊമെന്റിന്റെ സം എടുക്കാം. സോ ഇറ്റ് വിൽ ബി 8 into 2 only. And it is acting upwards positive. So 8 into 2 will be equal to 16 kilonewton meter. And what's the value of bending moment at A? It will be 0 only, because അതെന്താണ്, റോളറോ ഹിഞ്ച് സപ്പോർട്ട് ആയിരിക്കും. നമുക്ക് ഡിയിലെ മൊമെന്റ് ഇതുപോലെ കണ്ടുപിടിക്കാം. ഡിയിലെ മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. കാരണം ഡിയിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 8 into 3 which is equal to 24 minus 4 into 1 which is equal to 24 minus 4, 20 തന്നെ കിട്ടും. Now we have to plot the bending moment diagram of the simply support beam. So already we know that simply support beam bending moment എല്ലാ വാല്യൂം പോസിറ്റീവ് ആയിരിക്കും. സോ എയുടെ വാല്യൂ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. സിയുടെ വാല്യൂ ഇറ്റ് വിൽ ബി ഈക്വൽ ടു പ്ലസ് 16. What about D? Its value is plus 20. And G, the value it will be 24. And E, the value is again 20. And F, the value is 12. And again it is 0. Now where is the UDL acting? ആ പോർഷനിൽ മാത്രം പാരബോളിക് വേരിയേഷൻ ആയിരിക്കും. സോ ഈ കാണുന്ന D2ൽ ബാക്കിയെല്ലാം ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻസ്. സോ ഈ ഒരു പോർഷൻ മാത്രം ഇറ്റ് വിൽ ബി പാരബോളിക്. So this is positive, and this is how we draw the bending moment diagram of the given question. So last question in this simply support case from the question bank is also a previously asked question. So here it is simply supported beam AB is given, in which C and D has point loads 50 kilonewton and 40 kilonewton, and from C to D there is an UDL acting. So here also the distance here is 2 meter and here it is 4 meter actually. So total span is 10 meter. So always the first step will be what? To find reactions. At where? At supports at A and B. So what is the first equilibrium equation to be adopted? Sigma force along y direction is equal to 0. That is upwards we consider it as positive. So here A we consider the reaction as RA and B as RB. So എന്തുകൊണ്ട് റിയാക്ഷൻസിന്റെ ഡയറക്ഷൻസ് അപ്ലൈഡ് ലോഡിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് വെച്ചാൽ, ബേസിക്കലി വെൻ അപ്ലൈഡ് ലോഡ് ആർ ആക്ടിങ് ഡൗൺവേർഡ്സ് ടു കൗണ്ടറാക്ട് ഇൻ സപ്പോർട്ട് ദ റിയാക്ഷൻസ് ആർ ഡെവലപ്ഡ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ച കാര്യമാണ്. സോ ദാറ്റ് ഇസ് വൈ ദ റിയാക്ഷൻ ഈസ് ആക്ടിങ് അപ്വേർഡ്സ്. സോ RA is positive plus RB is also positive. Minus 50 downwards negative, minus 40 is negative because അതൊരു പോയിന്റ് ലോഡ് ആണ്. മൈനസ് നൗ ദ UDL. So UDLന്റെ ലോഡ് ഇന്റൻസിറ്റി is given as 10 kilonewton per meter. സോ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് 10 എന്ന് എഴുതിയാൽ അതൊരിക്കലും UDLന്റെ ടോട്ടൽ ലോഡ് കിട്ടത്തില്ല, ജസ്റ്റ് ഇന്റൻസിറ്റി മാത്രമേ കിട്ടുള്ളൂ. ബട്ട് ഹിയർ നമ്മൾ ഫിഗറിൽ നോക്കുമ്പോൾ ആ UDL ഈസ് ആക്ടിങ് ഫ്രം C to D. സോ ടോട്ടൽ ലോഡിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 10 into 4. The total sum is equal to right hand side 0 ആണ്. So what is the value of RA plus RB? Will be equal to minus 50 minus 40 is minus 90 minus 40, which is equal to 0. So RA plus RB will be equal to E minus upper plus 130 kilonewton. Now next equilibrium is summation of moment about a point. So any point we can consider. So we can take about the point A or B. So I am taking about A is equal to 0. So A എന്ന് പറഞ്ഞ പോയിന്റിലെ എല്ലാ മൊമെന്റ്സിന്റെ സം 0 ആയിരിക്കും.
So the moment created due to RA 50, 40 due to this UDL 10 kN per acting 4 meter RB എല്ലാം 0 ആയിരിക്കും സം എടുക്കുമ്പം. So first we can start with A. Aയിൽ ആക്ട് ചെയ്യുന്ന RA ആയിരിക്കും, but RA exactly Aയിൽ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 0 ആയിട്ട് 0 ആയിരിക്കും. Next is, so here moment convention എന്ന് വെച്ചാൽ clockwise പോസിറ്റീവ് ആയിരിക്കും. Now next will be 50, it is acting clockwise direction ആണ്, and distance from 50 to A, that is C to A എന്ന് പറയുന്നത് 2 meter ആയിരിക്കും. നെക്സ്റ്റ് ലോഡ് പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് 40 ആണ്, പ്ലസ് 40, ആൻഡ് ഇസ് ഡിസ്റ്റൻസ് ഫ്രം D to A will be 4 plus 2 which is 6. നെക്സ്റ്റ് ഈസ് UDL 10. സോ 10 മാത്രം എടുത്താൽ UDLന്റെ ഇൻറ്റൻസിറ്റി ഇട്ടുള്ളൂ. ടോട്ടൽ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സ് വാല്യൂ 10 into 4 ചെയ്യണം, വിച്ച് ഇസ് 40, ആൻഡ് വേർ ഇറ്റ് ഈസ് ആക്ടിങ് എന്നുള്ളതാണ്. സോ എക്സാക്ട്ലി ഈ കാണുന്ന 4 എന്ന് പറഞ്ഞ സ്പാനിന്റെ സെൻറ്ററിലായിരിക്കും ഈ ടോട്ടൽ ലോഡ് ഇൻറ്റൻസിറ്റി വിച്ച് വി കാൽക്കുലേറ്റഡ്, അതായത് 40, 10 into 4 ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 2 meter. സോ ഫ്രം ദിസ് ഡിസ്റ്റൻസ് ടുവേർഡ്സ് ദിസ് ഡിസ്റ്റൻസ് ആയിരിക്കണം. സോ ഇറ്റ് വിൽ ബി 2 plus 2 which will be 4, minus what is RB, it is acting in anti-clockwise direction, ഇത് മുകളിലോട്ടാണ്. സോ ഇറ്റ് ഈസ് ആക്ടിങ് ആന്റി-ക്ലോക്ക്, സോ ഇറ്റ് വിൽ ബി RB into ടോട്ടൽ സ്പാൻ ആയ 10 meter, and this will be equal to 0. So 100 plus 240 plus 160 is equal to 10 RB. So total sum എടുക്കുമ്പോൾ 240 160 will be equal to how much? 400, and 400 plus 100 is 500. So RB 500 equal to 10 RB, therefore RB will be equal to 500 divided by 10 which is equal to 50 kilonewton. So RB യുടെ വാല്യൂ നമുക്ക് 50 kilonewton എന്ന് കിട്ടി. So similarly what will be the value of RA? RA plus 50 will be equal to 130, which implies RA will be equal to 130 minus 50, which will be 80 kilonewton. So നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് ഓൾ ദീസ് ആർ ബേസിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻസ് ആണ്. സോ ആഫ്റ്റർ ഫൈൻഡിങ് ദ റിയാക്ഷൻ, നൗ വി ക്യാൻ ഡ്രോ ദി ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇപ്പോൾ ലൈൻസ് ജസ്റ്റ് ഒന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ബിക്കോസ് സെയിം പോയിന്റ്സിൽ ഷിയർ ഫോഴ്സ് ആയിരിക്കും നമ്മൾ ഡ്രോ ചെയ്യാനുള്ളത്. So shear force diagram, sign convention എഴുതുക. If it is right side downwards it is positive, left side upwards it is positive. So നമ്മളെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് അസ്യൂം ചെയ്യുന്നത്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് അറ്റ് B? So at B it is 50 kilonewton ആണ്, കാരണം it is a point load, it is acting upwards, so it will be minus 50 kilonewton. So what is the value of shear force at D, right hand side? So D ക്കും B ക്കും ഇടയ്ക്ക് വേറെ ലോഡ്, so it will be minus 50 kilonewton only. So what is the value of shear force at D? So at D യിൽ നോക്കുമ്പം എക്സാക്ട്ലി at 40 എന്ന് പറഞ്ഞൊരു പോയിന്റിലൂടെ ആക്ട് UDയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ മൈനസ് 50 പ്ലസ് റൈറ്റ് ഹാൻഡ് സൈഡ് ഡൗൺവേർഡ്സ് ആണ് 40, സോ പ്ലസ് 40 പ്ലസ് UDL ആയ 10 kilonewton at the point D will be 0 only. So total value will be minus 10 kilonewton. Now what is the value of shear force at, so suppose നമുക്ക് സെൻട്രലായിരിക്കും ഷിയർ ഫോഴ്സ് 0 വരുന്നതെന്ന് അറിയത്തില്ല, ജസ്റ്റ് നോക്കാം. Because the value of 40 and 50 are varying, so we can find the shear force at C. At C RHS, because C യിൽ exactly 50 എന്ന് പറഞ്ഞ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് അതിന് മുമ്പ് വരെയുള്ള ലോഡ്, so it will be minus 50 plus 40 plus what is the total value of UDL from D to C will be 10 intensity കിട്ടുള്ളൂ, multiplied by distance ആയ 4 meter. So minus 50 plus 40 plus 40 will be minus 50 plus 80, which will be equal to 30 kilonewton. Now what is the value of shear force at C? This 30 plus 50, which is equal to 80 kilonewton. The shear force at A RHS will be equal to how much? Between C and A load illathond it will be again 80 kilonewton only. Okay. Now between C and D there will be a change in shear force from minus 10 to 30, അല്ലേ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആയി. സോ ഫസ്റ്റ് വി ക്യാൻ ഡ്രോ, ദെൻ വി ക്യാൻ ഫൈൻഡ് അറ്റ് വിച്ച് പോയിന്റ് ദ ഷിയർ ഫോഴ്സ് വാല്യൂ ഹാസ് ചേഞ്ച് 0. അവിടെ ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഒരു 0 റെഫറൻസ് ലൈൻ വരയ്ക്കുക. നോ ബിയിൽ വാല്യൂ എന്ന് പറയുന്നത് minus 50 ആണ്,
At D right hand side it will be minus 50. Minus mention ചെയ്യേണ്ട ആവശ്യമില്ല, just 50 എന്ന് എഴുതുക, because below line എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. At D due to point load will be 10. What about at C? At C ൽ due to point load it will be, without point load it will be 30 and with point load it will be 80. And here also at A it is 80. ഇതെല്ലാം ഇവിടെയുള്ള വാല്യൂസ് ആണ്, ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. Now we will draw. സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യുക, സപ്പോർട്ട് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും ജോയിൻ ചെയ്യുക, കാരണം എക്സാക്ട്ലി അറ്റ് ദ സപ്പോർട്ടിലാണ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ദെൻ 50 ആണ് അടുത്ത ലോഡ് വരുന്നത്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് പോയാൽ മതി. 10 അഗൈൻ സ്ട്രെയിറ്റ് ലൈൻ, ദിസ് ഈസ് ഓൾ സ്ട്രെയിറ്റ് ലൈൻ. ഫ്രം 30 to -10 ആയിരിക്കും. സോ വി ഹാവ് ടു ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്. ദിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. 80 straight line. So this is positive and this is negative. So some point the shear force value has become 0. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം, at which point it has become 0. So there are so many ways. So we will assume this point at which shear force becomes 0 as a section xx അല്ലേ, ഒരു ഇമാജിനറി സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യും. ആ സെക്ഷനിലാണ് ടോട്ടൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആയത് മാറ്റുക. So what is the value of shear force at xs if we consider the right hand side? Because that value will be equal to 0, that will be equal to how much? Right hand side ulla ella shear force sum edutha madi. So here if you can see this section is called as xx. So right hand side nu parayumbom the value of shear force will be -50 plus 40 plus 10 kilonewton as intensity, and this distance will be from this to this point. So ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. അറ്റ് ഫ്രീ സപ്പോർട്ട് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്, ആണ് അവിടെയാണ് സെക്ഷൻ എക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ കാണുന്ന ഈ ചെറിയ ഡിസ്റ്റൻസിലാണ് നമ്മുടെ യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 4. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി എക്സ് മൈനസ് 4 ഇൻറ്റു 10. ആ ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ് വിൽ ബി ഹൗ മച്ച്? ദാറ്റ് വിൽ ബി 0. So this will be equal to 0 will be equal to -10 plus 10 into x minus 4. So how to solve? 0 will be equal to -10 plus 10x minus 40. So -10 minus 40 50 ആണ്. So അത് right hand side കൊണ്ടുപോകുമ്പോൾ 50 will be equal to 10x, which implies x will be equal to 5 meter from, നമ്മൾ എവിടെ നിന്ന് x എടുത്ത്? B. So exactly at the distance of 5 meter from B, the shear force value will be equal to 0. ആ പോയിന്റിൽ ബെൻഡ് മൊമെന്റ് ആയിരിക്കും മാക്സിമം വരുന്നത്. So 5 meter എന്ന് പറയുമ്പോൾ ഇത് 4 ആണെങ്കിൽ ഇവിടെ നിന്ന് 1 meter ആയിരിക്കും വരുന്നത്. So this distance will be from the point D, it will be 1 meter. So next we will draw the bend moment diagram. So what is the value of bending moment at B? Simply supported beam, it will be 50 into 0 or it will be 0. Next is bending moment at D. So we are considering all right hand side അല്ലേ, പോയിന്റിന്റെ ഏത് പോയിന്റ് ഡി ആണോ ഡിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടോട്ടൽ മൊമെന്റിന്റെ സം എടുക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് സാഗിങ് ഇറ്റ് ഈസ് പോസിറ്റീവ്, ഇഫ് ഇറ്റ് ഈസ് ബെൻഡിങ് ലൈക്ക് ദിസ് ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ അറ്റ് ഡി റൈറ്റ് ഹാൻഡ് സൈഡിൽ വാട്ട് ഇസ് എ reaction 50, what is the distance 4? So it is acting upwards, so it is positive, so it varies 200 kilonewton meter. What is the value of bending moment at, suppose center point or the point of maximum bending moment or zero shear force E ആണെന്ന് വിചാരിക്കുക. At E will be how much? 50 into, first the distance from B it will be 5 minus, so there is a UDL acting അല്ലേ, from E to D വരെ UDL വാല്യൂ ഉണ്ട്. സോ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 10 ആണ് UDL വാല്യൂ. It will be 10 into the distance will be 5 minus 4, it will be 1. It will be acting at distance of 1/2 minus again 40, it is acting at a distance of how much? It is acting at a distance of 2 meter അല്ലേ, sorry, at a distance of 1 meter ആണ്, കാരണം distance between E and D is how much? 1 meter ആണ്, കാരണം 5 minus 4 1 ആണ്. So it will be 40 minus 1. So solving we will get the answer like 250 minus 5 minus 40. So 250 minus 45, which will be equal to 205 kilonewton meter. So this is the maximum bending moment or moment at E. Next is what is the value of bending moment at C?
സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി രണ്ട് രീതി കണ്ടുപിടിക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് റിയാക്ഷൻസ് റൈറ്റിലുള്ള ഒരുപാട് റിയാക്ഷൻ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് RA മാത്രം എടുത്താൽ മതിയാകും. So value of RA is 80 and distance is 2 meter. It is acting upwards. It will be 160 kilonewton meter. And what's the value of the bending moment at A? It will be 0 only because it is a support ആണ്. നമ്മൾ എന്ത് ചെയ്യും? നമുക്കിനി വരയ്ക്കാം. സോ ഡോട്ടഡ് ലൈൻ ഒന്നും കൂടെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ദിസ് ഈസ് E പോയിന്റ് ആണ്. സോ ഫോർ എ സിംപിൾ സപ്പോർട്ട് ബീം the bending moment values are positive. So ലൈൻ വരയ്ക്കുക. At B it is 0. At A it is also 0. What about at C? It is 160. What about at E? It is 205. What about at D? It is 200. And again at B is 0. Now UDL ഉള്ള പോർഷൻസിലാണ് പാരബോളിക്, ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ സ്ട്രെയിറ്റ് ആയിരിക്കും. സോ ഈ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ആയിരിക്കും, ഈ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ആയിരിക്കും, കാരണം ഇവിടെ UDL ആക്ട് ചെയ്യുന്നില്ല. ആൻഡ് ദിസ് പോർഷൻ ഈസ് പാരബോളിക്. അപ്പോൾ ഇതിങ്ങനെ കർവ് പോലെ വരയ്ക്കണം. സോ ദിസ് ഏരിയ ഈസ് പാരബോളിക്. സോ ദിസ് ഈസ് എ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ above this line വരയ്ക്കുന്നത്. So this is how we draw the bending moment for this corresponding simply supported beam.